ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് നടന്നത് എന്ന് നമുക്ക് നോക്കാം. ആര്യൻ എവിക്റ്റായി പോയത് എല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആര്യൻ ഇന്ന് ഔട്ടാവേണ്ട വ്യക്തിയായിരുന്നില്ല. കാരണം അവിടെയുള്ള പലരേക്കാളും ആര്യൻ കണ്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. ലാലേട്ടനും ആര്യൻ നല്ലൊരു ഗെയിമറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യനെ പറഞ്ഞു വിട്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ വേറെ എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ലാലേട്ടൻ വന്നപ്പോൾ തന്നെ ആ വീക്കിലെ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നെന്ന് എല്ലാവരോടും ചോദിച്ചു. അപ്പോൾ എല്ലാവരുടെ കയ്യിൽ നിന്നും മോശം അഭിപ്രായമാണ് അവർക്ക് കിട്ടിയത്. അപ്പോഴാണ് അക്ബർ വെസലിൻ്റെ കാര്യം എടുത്തിട്ടത്. അനുമോളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടും അനുമോൾ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. അനുമോൾ അവിടെ അവർക്കെതിരെ പറയാൻ പറ്റുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ വെള്ളം ഒഴിച്ച് വെക്കാറില്ല, അവിടെയുള്ളതെല്ലാം അവർ കഴിച്ച പാത്രങ്ങളാണെന്ന് വരെ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ലാലേട്ടൻ പറഞ്ഞു അവിടെ എപ്പോഴും വെള്ളമൊഴിച്ച പാത്രങ്ങൾ ഇരിക്കുന്നുണ്ട്. പക്ഷേ അനുമോൾ അത് സമ്മതിച്ചു കൊടുത്തില്ല. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു എന്നാൽ കിച്ചണിൽ പോയിട്ട് ഒന്ന് നോക്കിയിട്ട് വരാം. ലാലേട്ടൻ പറഞ്ഞത് വേറെ, അനുമോൾ ചെയ്തത് വേറെ. അനുമോൾ പോയിട്ട് അവിടെ ഒരു ചോറ് വെച്ചിരുന്ന പാത്രം എടുത്ത് വരുന്നതാണ് കണ്ടത്. പിന്നീട് അക്ബറിനെയും ടീമിനെയും അത് വെച്ച് കുറ്റപ്പെടുത്തുകയുണ്ടായി. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇല്ല, ഞങ്ങൾക്ക് ഭക്ഷണം ലേറ്റ് ആയ സമയത്ത് ഞാനും നൂറയും ആദ്യം കൂടെ ഒരുമിച്ചാണ് ഭക്ഷണം കഴിഞ്ഞ് കണ്ടില്ലേ, ആളത് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല. ഇതെന്തോ ഓവറായിട്ട് ചെയ്യുന്നതായിട്ട് തോന്നി. കാരണം ഓൾറെഡി അവർക്ക് കേൾക്കുന്നുണ്ട്. അപ്പോൾ സ്വന്തം സൈഡ് സേഫാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കൂടാതെ എവിക്ഷനിൽ ലാസ്റ്റ് വന്നത് നെവിനും ആര്യനുമാണ്. അപ്പോൾ അവരോട് നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ ആരാകണമെന്ന് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ അതിലവർ തീരുമാനിച്ചത് നൂറയെയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്കിലെ ക്യാപ്റ്റൻ നൂറയും ജയിലിലോട്ട് പോകേണ്ടത് എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് നെവിനും അക്ബറുമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണേ. കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.